ഡോക്ടർ ശശി തരൂർ MPയെ വിജ്ഞാനത്തിൻ്റെ കൊടുമുടി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അറിവിൻ്റെ കേദാരം, വസ്തുതകളെ പഠിച്ച് റിപ്പോർട്ട് പ്രസംഗിക്കുന്നയാൾ, പ്രഭാഷണം നടത്തുന്നയാൾ, വസ്തുതകൾ പഠിച്ച് പറയുന്നയാൾ. ശരിയാണ്, പല കാര്യങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ ഏതു കൊമ്പനും ചിലപ്പോൾ അടിതെറ്റും, വസ്തുതകൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ. ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നുള്ള കാര്യം, ലോകത്ത് തന്നെ ഒന്നാമതാണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അതിന് വലിയ പിന്തുണ ലഭിച്ചു, ഇടതുപക്ഷത്തു നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ചു. അദ്ദേഹം പറഞ്ഞൊരു സത്യമാണ്. അതിനെ എതിർക്കാൻ പലരും നോക്കി, അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രസ്താവനയാണ്. അതായത്, എനിക്കുറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കും, പക്ഷേ അത് 22ാം നൂറ്റാണ്ടിലായിരിക്കും. അത്രമാത്രം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പരിഹസിച്ചുകൊണ്ടാണ് തരൂർ ഇങ്ങനെ പറഞ്ഞത്. കയ്യടി കിട്ടാനായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ആ തരൂരിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ദയവായിട്ട് ലെഫ്റ്റ് വോയിസ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അത് തിരുത്തുമെങ്കിൽ നല്ല കാര്യം. താങ്കൾ ഈ പറഞ്ഞ പ്രസ്താവനയിൽ ഒരു വലിയ ബ്ലണ്ടറുണ്ട്, വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്. പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകൾ കമ്പ്യൂട്ടർവൽക്കരണത്തെയും മൊബൈൽ വിപ്ലവത്തെയൊക്കെ, മൊബൈൽ ഫോണിനെയൊക്കെ എതിർത്തു എന്നാണ് പറയുന്നത്. സത്യവിരുദ്ധമാണ്. കമ്പ്യൂട്ടറിനെതിരെ തുടക്കത്തിൽ സമരം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ സമരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ആക്ഷേപിക്കേണ്ട. ആദ്യം കമ്പ്യൂട്ടർ വരുമ്പോൾ ഒരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. തൊഴിൽ മേഖലയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, തൊഴിലവസരം കുറയ്ക്കുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ചെയ്ത സമരത്തിൻ്റെ വിഷ്വൽസ് കോൺഗ്രസ് ചെയ്തതിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. വേണേൽ ഞങ്ങൾ തപ്പിയാൽ കിട്ടും, ഞങ്ങളത് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, തുടക്കത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഏറ്റവും തൊഴിലവസരങ്ങൾ തരുന്ന ഒരു ഇതാണ് കമ്പ്യൂട്ടറും IT-യും മൊബൈൽ ഫോണും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അതിന് ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശശി തരൂർ പറഞ്ഞത് കറക്റ്റ് അല്ല, വസ്തുത വിരുദ്ധമാണ്. അതായത്, മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവാണ്. അതെത്ര പേർക്കറിയാം? ഈ കമ്മ്യൂണിസ്റ്റുകളെ കുറ്റം പറയുന്ന ശശി തരൂരിനോട് ചോദിക്കുകയാണ്, കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു ആണ് 1995 ആദ്യമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ആള്. കൊൽക്കത്തയിലെ സെക്രട്ടേറിയറ്റ് കെട്ടിടമായ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ അദ്ദേഹത്തിന്റെ, ജ്യോതി ബസുവിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയിൽ അന്ന് ടെലികോം മന്ത്രിയായിരുന്ന, കോൺഗ്രസ് സർക്കാരിൽ ടെലികോം മന്ത്രിയായിരുന്ന സുഖറാമിനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ജ്യോതി ബസു ആണ്. അങ്ങനെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതാണ് പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ സംസാരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് ശശി തരൂർ അറിയണം. അതിൻ്റെ വീഡിയോയും യൂട്യൂബിൽ കിടപ്പുണ്ട്, തപ്പിയാൽ കിട്ടും. തെളിവുണ്ട്, തെളിവ് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് അന്ന് ആ മൊബൈൽ സേവനം തുടങ്ങിയത് ടെൽസ്ട്ര എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ്. അവരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ നെറ്റ്വർക്ക് തുടങ്ങുന്നത്. അത് കൊൽക്കത്തയിൽ തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിന്റെ കേന്ദ്ര ടെലികോം മന്ത്രിയെ വിളിച്ചിട്ട്. പോരെ, തെളിവ് വേറെ വേണോ? ഇനി ഒരു കൊല്ലം കഴിഞ്ഞ് ഇത് 1995 ജൂലൈ 31 ജ്യോതി ബസു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ തന്നെയാണ്. കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാർ. ഒരു കൊല്ലം കൃത്യം കഴിഞ്ഞ് 1996 സെപ്റ്റംബർ 17 മുഖ്യമന്ത്രി E.K. നായനാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ മൊബൈൽ വിപ്ലവം അന്ന് തുടക്കം കുറിച്ചു കേരളത്തിൽ. അന്ന് ദക്ഷിണ മേഖല നാവികസേന മേധാവി വൈസ് അഡ്മിറൽ AR ടാൻഡൺ, വിഖ്യാത എഴുത്തുകാരൻ തകഴി ശിവശങ്കരപിള്ളയെ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ആ ഉദ്ഘാടനം നിർവഹിച്ചത്. മനസ്സിലാക്കണം, ഇതും ചരിത്രമാണ്. ഈ ചരിത്രം മറന്ന് ശശി തരൂരിനെ പോലുള്ളവർ സംസാരിക്കാൻ പാടില്ല. മറ്റു കോൺഗ്രസ്സുകാർക്ക് ഏതും വായിൽ തോന്നുന്ന വിളിച്ച് പറയാം, അതിനെ ആൾക്കാർ അങ്ങനെ കാണും. പക്ഷെ തരൂര് പറയുമ്പോൾ നമ്മൾ അതിനൊരു അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കാറുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ താങ്കൾ പരാജയപ്പെട്ടു എന്നുള്ളത്, താങ്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് താങ്കൾ തിരുത്തിയാൽ താങ്കൾക്ക് നല്ലത് എന്ന് ഞങ്ങൾ പറയുന്നു, താങ്കളുടെ വിശ്വാസ്യതയ്ക്ക് നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ അന്ന് എസ്കോട്ടലിലാണ് കേരളത്തിൽ മൊബൈൽ നെറ്റ്വർക്ക് തുടങ്ങിയത്. കേരളത്തിലെ ആദ്യ മൊബൈൽ നെറ്റ്വർക്ക് എസ്കോട്ടലിലാണ്. അതിലാണ് തകഴി വൈസ് അഡ്മിറൽ ടാൻഡനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ ടാൻഡൻ തന്നെ അടുത്ത സ്റ്റെപ്പിൽ വിഖ്യാത എഴുത്തുകാരി മാധവിക്കുട്ടിയെ വിളിച്ചിട്ട് ഇതേ ഫോണിൽ സംസാരിക്കുന്നു, മൊബൈൽ ഫോണിൽ. അങ്ങനെയാണ് കേരളത്തിൽ മൊബൈൽ വിപ്ലവം തുടങ്ങുന്നത്. ഇനി
ഇതെല്ലാം പോട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് തുടങ്ങിയത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. ആ ടെക്നോ പാർക്ക് ഉണ്ടാക്കിയത് ആരാണ്? അന്നത്തെ നായനാർ സർക്കാർ. IT പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ പാർക്ക്, ടെക്നോ പാർക്ക് തുടങ്ങിയത് തിരുവനന്തപുരത്ത്, കേരളത്തിലാണ്. അന്നത്തെ LDF മുഖ്യമന്ത്രി E.K. നായനാർ. അതുപോട്ടെ, ഇപ്പോഴത്തെ പിണറായി സർക്കാർ വന്നിട്ട് ഈ മേഖലയിൽ ചെയ്ത സംഭാവനകൾ, സ്പേസ് പാർക്ക്, അതുപോലെ വളരെ വിപുലമായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ടെക്നോസിറ്റിക്കകത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുവഴി എത്രയോ പേർക്ക് തൊഴിൽ കിട്ടും ഈ IT മേഖലയിൽ. അപ്പോൾ പിണറായി സർക്കാർ അതിനകത്ത് വളരെ ശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ട് ഇത്തരം തരൂരിനെ പോലുള്ളവർ ഇത്തരം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇനി ഉന്നയിക്കരുത് ദയവായിട്ട്. കാരണം ഇതൊക്കെ തപ്പിയെടുത്ത് ഇത് പറയാൻ ഇവിടെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്.